ഇംപ്ലിസിറ്റ് മെമ്മറിയിൽ നമ്മൾ പറയുന്നത് നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി എന്നും അതിനെ പറയും. അതെന്ന് പറയുന്നത് എന്താണ്? ഇംപ്ലിസിറ്റ് മെമ്മറി ഇൻവോൾവ്സ് ദ അൺകോൺഷ്യസ് റിറ്റൻഷൻ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ടിപ്പിക്കലി ഇൻഫ്ലുവൻസസ് ബിഹേവിയർ വിത്തൗട്ട് കോൺഷ്യസ് അവയർനെസ്. അതായത് ഇതെന്ന് പറയുന്നത് എന്താണ്? കോൺഷ്യസ് ആയിട്ടല്ല, നമ്മൾ അറിഞ്ഞ് ചെയ്യുന്ന ഒരു മെമ്മറി അല്ല ഇത്. എന്താണ്? അറിയാതെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? ഇംപ്ലിസിറ്റ് മെമ്മറിയിൽ വരുന്നത്. ഈ അറിയാതെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു പോകുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം? നമ്മുടെ ബിഹേവിയറിനെ, നമ്മുടെ പെരുമാറ്റത്തെ എല്ലാം എന്ത് ചെയ്യാം? ഇൻഫ്ലുവൻസ് ചെയ്യാം, നമ്മൾ അറിയാതെ തന്നെ. ഓക്കെ, സോ അതെന്തൊക്കെ ഉണ്ടാകാം? ഇറ്റ് ഇൻക്ലൂഡ്സ് ലേൺ സ്കിൽസ് ആൻഡ് കണ്ടീഷൻ റെസ്പോൺസ്. ലേൺ സ്കിൽസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ, അതായത് ഒരു കാർ ഡ്രൈവ് ചെയ്യാൻ പഠിച്ചു, അല്ലെങ്കിൽ ഒരു സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു, അങ്ങനെ പഠിച്ച സ്കിൽസ്. പിന്നെ നമ്മൾ ഇന്നൊരു സിറ്റുവേഷനിൽ നമ്മൾ ഇങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ കുഞ്ഞുനാൾ തുടങ്ങി പഠിച്ച് എണീറ്റ് ഉടനെ നമ്മൾ ബ്രഷ് ചെയ്യണം, അല്ലെ? അങ്ങനെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെയാണ് എന്തിൽ വരുന്നത്? ഇംപ്ലിസിറ്റ് മെമ്മറിയിൽ വരുന്നത്. ബ്രഷ് ചെയ്യാൻ നമ്മളിപ്പോൾ ആരെങ്കിലും പഠിപ്പിക്കണോ? വേണ്ട, നമുക്കറിയാം. ഓക്കെ, സോ അതെല്ലാം എന്താണ്? ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള മെമ്മറിയാണ്. ഇനി ഈ ഇംപ്ലിസിറ്റ് മെമ്മറിക്ക് 3 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് ഇസ് പ്രൊസീജിയറൽ മെമ്മറി, സെക്കൻഡ് ഇസ് പ്രൈമിംഗ്, ആൻഡ് തേർഡ് ഇസ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഓക്കെ, സോ നമുക്ക് ഓരോന്നായിട്ട് കാണാം. വാട്ട് ഇസ് പ്രൊസീജിയറൽ മെമ്മറി? പ്രൊസീജിയറൽ മെമ്മറി എന്ന് പറയുന്നതാണ് എന്താണ്? മെമ്മറി ഫോർ ഹൗ ടു പെർഫോം ടാസ്ക്, സ്കിൽസ് ആൻഡ് ആക്ഷൻസ്. ഇറ്റ് ഇൻവോൾവ്സ് മോട്ടോർ സ്കിൽസ് ആൻഡ് ഹാബിറ്റ്. അതായത് ഇപ്പം നടക്കാൻ നമ്മളെ പഠിപ്പിക്കണോ? വേണ്ട, നമ്മളത് പഠിച്ചു, അല്ലേ? അല്ലെങ്കിൽ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കണോ? വേണ്ട, നമ്മളത് പഠിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്, ഇനി നമ്മളത് ചെയ്തോളൂ, അല്ലേ? സോ അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് എന്ത് നമ്മൾ പറയുന്നത്? പ്രൊസീജിയറൽ മെമ്മറി എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ മെമ്മറി ഫോർ ഹൗ ടു പെർഫോം ടാസ്ക്, സ്കിൽസ് ആൻഡ് ആക്ഷൻസ്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? റൈഡിങ് എ സൈക്കിൾ, ടൈപ്പിംഗ് ഓൺ എ കീബോർഡ്, പ്ലേയിങ് എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്. ഇതെല്ലാം പ്രൊസീജിയറൽ മെമ്മറിയിൽ വരുന്നതാണ്. എന്താ അതിന്റെ കീ ഫീച്ചർ? ഓഫൺ അക്വയർഡ് ത്രൂ റിപ്പീറ്റേഷൻ ആൻഡ് പ്രാക്ടീസ്. എങ്ങനെയാണ് നമ്മൾ പ്രൊസീജിയറൽ മെമ്മറി അക്വയർ ചെയ്യുന്നത്? പ്രാക്ടീസും റിപ്പീറ്റേഷനും കൂടിയാണ് അക്വയർ ചെയ്യുന്നത്. പിന്നെ എന്താണ്? യൂഷ്വലി ഇത് വെർബലൈസ് ചെയ്യാൻ പറ്റുന്നതല്ല, പക്ഷെ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇപ്പൊ സൈക്കിൾ ഓടിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ നമ്മൾ എന്താ ചെയ്യുക? കാണിച്ചാ കൊടുക്കുന്നത്, അല്ലെ? സോ ദിസ് ക്യാൻ ബി യൂഷ്വലി what demonstrated than verbalized. അതാണ് നമ്മുടെ പ്രൊസീജിയറൽ മെമ്മറി. ഇനി നെക്സ്റ്റ് വരുന്ന മെമ്മറി ഏതാ? പ്രൈമിംഗ്. പ്രൈമിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? എ ഫിനോമിനൻ where exposure to one stimulus influences the response to another stimulus, often unconsciously. അതായത് ഇപ്പൊ നമ്മൾ പറയാണ്, നമുക്കിപ്പം ഒരു വേർഡ് തന്നു, ഇതിൽ പറയുന്ന എക്സാമ്പിൾ തന്നെ, ഒരു വേർഡ് തന്നു, യെല്ലോ. യെല്ലോ എന്ന് പറയുമ്പം ആദ്യം മനസ്സിൽ വരുന്ന എന്താ ആദ്യം മനസ്സിൽ വരുന്നത്? ബനാന ആയിരിക്കും, അല്ലെങ്കിൽ എനിക്കിപ്പോ ആദ്യം മനസ്സിൽ വരുന്നത് സൺഫ്ലവർ ആണ്. ഓക്കെ, യെല്ലോ എന്ന് പറയുന്ന കൂടെ ഞാൻ എന്റെ മനസ്സിൽ ആദ്യം പതിഞ്ഞു വരുന്ന ചിത്രം എന്താണ്? ഒരു സൺഫ്ലവർ, സൂര്യകാന്തി പൂവിന്റെ ചിത്രമാണ്. അപ്പൊ എന്താണ് ഇത് സംഭവിച്ചത്? യെല്ലോയും സൺഫ്ലവറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിന് കളറ്, സൺഫ്ലവറിന്റെ കളർ യെല്ലോ ആന്നേ ഉള്ളൂ, പക്ഷെ അല്ലാതെ വേറെ ബന്ധമൊന്നും ഇല്ലല്ലോ, ഇല്ല. പക്ഷെ എന്താണ്? യെല്ലോ എന്ന് പറഞ്ഞൊരു സ്റ്റിമുലസ് വന്നപ്പോൾ നമുക്ക് അൺകോൺഷ്യസ് ആയിട്ട് നമ്മുടെ മൈൻഡിൽ വന്നൊരു പിക്ചറാണ് എന്ത്? സൺഫ്ലവർ അല്ലെങ്കിൽ ഒരു ബനാനയുടേത്. ഓക്കെ, അങ്ങനത്തെ മെമ്മറിയാണ് എന്ത് നമ്മൾ പറയുന്നത്? പ്രൈമിംഗ് എന്ന് പറയുന്നത്. സോ അതിന്റെ കീ ഫീച്ചർ എന്താണ്? ഇറ്റ് ഇൻവോൾവ്സ് അൺകോൺഷ്യസ് ആക്ടിവേഷൻ ഓഫ് അസോസിയേഷൻസ് ഇൻ മെമ്മറി. അതായത് മെമ്മറി നമ്മൾ പറഞ്ഞു എന്ത് ചെയ്യും? ഗ്രൂപ്പ് ചെയ്യും, അസോസിയേറ്റ് ചെയ്യും കാര്യങ്ങൾ, അല്ലെ? അപ്പൊ അങ്ങനെ അസോസിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളുടെ നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്, അറിയാതെ ആക്ടിവേറ്റഡ് ആവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രൈമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റിമുലസ് വേറൊരു സ്റ്റിമുലസിനെ അൺകോൺഷ്യസ്ലി ആക്ടിവേറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? പ്രൈമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ പ്രൊസീജിയറൽ മെമ്മറി കണ്ടു, പ്രൈമിംഗ് കണ്ടു. ഇനി മൂന്നാമത്തതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത് എന്താണ്? A type of learning where a neutral stimulus becomes associated with a meaningful stimulus leading to a conditioned response. Okay, എന്താണ് പറഞ്ഞത്? കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്, അല്ല, ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഒരു ന്യൂട്രൽ സ്റ്റിമുലസ് ഉണ്ട്. ഓക്കെ, രാവിലെ എണീറ്റു. ഈ ന്യൂട്രൽ സ്റ്റിമുലസ് എന്ത് ചെയ്യും? ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ മീനിങ് സ്റ്റിമുലസ്. അല്ലെങ്കിൽ രാവിലെ എണീറ്റ് നമ്മൾ ബ്രഷ് ചെയ്യാൻ പോകുന്നത്, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്താണ്? രാവിലെ എണീറ്റു എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? തന്നെത്താൻ ബ്രഷ് ചെയ്യാൻ പോകും. അതെന്ത് ചെയ്തു? നമ്മൾ കണ്ടീഷൻ ചെയ്തു ഓവർ ദ പീരീഡ് ഓഫ് ടൈം. അല്ലെങ്കിൽ ഫീലിംഗ് ആൻഷ്യസ് വെൻ ഹിയറിംഗ് ഡെന്റിസ്റ്റ് ഡ്രിൽസ്. ഓക്കെ, ചിലർക്കുണ്ട് എന്താ പറയാ, നമ്മളിപ്പം പല ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞിട്ട് ആ സൗണ്ട് കേൾക്കുമ്പോഴേ ഒരു അസ്വസ്ഥത. എന്താണ്? മുന്നേ ആ സൗണ്ടിനോട് കൂടി നമ്മൾ അസോസിയേറ്റ് ചെയ്ത് വെച്ചത് ആ ഒരു പ്രൊസീജിയറും ഉണ്ടായിരുന്ന പെയിനും അല്ലെങ്കിൽ ആ ഒരു അൺകംഫർട്ടബിൾ സിറ്റുവേഷനുമാണ്.
അപ്പൊ നമുക്ക് എന്തായി, ആ ഡ്രില്ലിംഗ് സൗണ്ട് കേൾക്കുമ്പം തന്നെ എന്താ വരുന്നത്, അന്നത്തെ ആ മെമ്മറീസ് ആ വരുന്നത്. ഓക്കെ, അതായത് ഡ്രില്ലിംഗ് സൗണ്ട് ഈസ് അസോസിയേറ്റഡ് വിത്ത് വാട്ട്, വിത്ത് ദ പെയിൻ. അങ്ങനെ വരുമ്പോ എന്തായി, ആ ഒരു അൺകംഫർട്ടബിൾ സിറ്റുവേഷൻ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഇൻവോൾവ്സ് ലേണിംഗ് ത്രൂ അസോസിയേഷൻ. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ കോൺഷ്യസ് റീകോൾ. അത് തന്നെ ഉണ്ടാവുന്നതാണ് അല്ലെ, പണ്ടത്തെ ഒരു എക്സ്പീരിയൻസ് തന്നെ നമ്മളിപ്പോൾ ഓർത്തു വരുന്നതാണ്. സോ അതെന്ന് പറയുന്നത് എന്താണ്, കോൺഷ്യസ് ആയിട്ട് നമ്മൾ ആലോചിക്കുന്നതല്ല, അൺകോൺഷ്യസ് ആയിട്ട് അതിനെ എന്ത് ചെയ്യുവാണ്, നമ്മൾ റീകോൾ ചെയ്യുകയാണ്. സോ നമ്മളിപ്പോൾ ചെയ്തത് എന്താണ്, ഇംപ്ലിസിറ്റ് മെമ്മറിയുടെ അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ടുള്ള മെമ്മറിയുടെ 3 ടൈപ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് പ്രൊസീജിയറൽ മെമ്മറി ഉണ്ട്, അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുന്ന റിപ്പീറ്റേഷനിലൂടെ അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസിലൂടെ പഠിച്ചു വെച്ചിരിക്കുന്ന ടാസ്ക് പിന്നെയും ചെയ്യാൻ, അല്ലെങ്കിൽ സ്കിൽസ് പിന്നെയും ചെയ്യാനുള്ള കഴിവ്, അതാ പ്രൊസീജിയറൽ മെമ്മറി. പ്രൈമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്റ്റിമുലസ് നമ്മൾ അറിയാതെ തന്നെ വേറൊരു സ്റ്റിമുലസിനോട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നതിനാണ് പ്രൈമിംഗ് എന്ന് പറയുന്നത്. ക്ലാസിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നതാണ് എന്താണ്, ഒരു ന്യൂട്രൽ സ്റ്റിമുലസ് കേൾക്കുമ്പോൾ വേറെ എന്തെങ്കിലും നമ്മൾ ആലോചിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസോസിയേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നതിന് എന്താണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. സോ ഇതാണ് ലോങ് ടേം മെമ്മറിയുടെ ക്ലാസിഫിക്കേഷൻ.